മുഅ്മിനുകളെ, അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും സർവോപരി മുസ്ലിമുകളായി ജീവിച്ച് അതേ അവസ്ഥയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് എല്ലാ നിലയിലും ചില ചിട്ടപ്പെടുത്തലുകൾ സ്വയം സ്വീകരിക്കുമ്പോഴാണ്. പല വിഷമതകളിൽ നിന്നും സ്വയം രക്ഷപ്പെടാനും പ്രയാസങ്ങളെ ദൂരീകരിക്കാനും ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാനും ഈ ചിട്ടപ്പെടുത്തലുകൾ സഹായമായി വർത്തിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ നാം സദാ കേൾക്കുന്ന സുപ്രധാനമായ ഒരായത്ത്, അത് മിക്ക വെള്ളിയാഴ്ചകളിലും പരാമർശിക്കുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹു ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. അതിവിജയം അല്ലെങ്കിൽ വളരെ പ്രശസ്തമായ ഒരു വിജയം കരസ്ഥമാകും. അതിന് അനുവർത്തിക്കേണ്ടത് എന്ന നിലയിലാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ പ്രസ്താവനകളും വെളിപ്പെടുത്തലുകളും ദൃഷ്ടാന്തങ്ങളായി അള്ളാഹു മനുഷ്യകുലത്തിൻ്റെ മുൻപിൽ കാണിക്കുന്നത്, ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയും സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധയോടെ കഴിയുന്ന ആളുകൾ അങ്ങനെ വേണം എന്നാണ് ഖുർആൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. വഖൂലു ഖൗലൻ സദീദ. അപ്പോൾ ജീവിതത്തിലെ ചില ചിട്ടകൾ സ്വന്തം ജീവിതത്തെ വിജയത്തിലെത്തിക്കും എന്ന് അറിയിക്കുന്ന ഒരു വചനം. നിങ്ങളുടെ വർത്തമാനം, സംസാരം, ആശയവിനിമയങ്ങൾ, വൃത്താന്തങ്ങളും വാർത്തകളും ശ്രദ്ധയോടെ ആയിരിക്കണം എന്നാണ് അള്ളാഹു ഉണർത്തുന്നത്. ഖൂലു ഖൗലൻ സദീദ, നല്ല വാക്കുകൾ പറയണം. എന്നാൽ ജീവിതത്തിലെ ഈ ചിട്ടകൾ നിങ്ങളുടെ അമലുകളെ അള്ളാഹു നന്നാക്കി തീർക്കുന്നതാണ്. യുസ്ലിഹു ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും. ഇപ്രകാരം അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വഴിപ്പെടുന്ന ആളുകൾ, വമൻ യുതിഇല്ലാഹ വറസൂലഹു, അള്ളാഹുവിനും അവൻ്റെ ദൂതനും വഴിപ്പെട്ട് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും
ഫഖദ് ഫാസ ഫൗസൻ അലീമ, അവനാണ് മഹത്തായ പ്രശസ്തമായ വിജയം കരസ്ഥമാക്കുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്യുന്ന ഒരാഹ്വാനം. സൂറ അൽ മുഅ്മിനൂൻ അതിലെ 50-ാമത്തെ ആയത്ത് മുതൽ അല്ലെങ്കിൽ 51-ാമത്തെ ആയത്ത് മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഇന്ന് നാം ശ്രദ്ധിക്കുന്നു. യാ അയ്യുഹർ റുസുൽ കുലൂ മിനത്ത് ത്വയ്യിബാത്തി വഅ്മലൂ സ്വാലിഹാ. ഇത് അഖില മനുഷ്യരോടുമുള്ള ഒരു നിർദ്ദേശമാണ്. വിശിഷ്യ മാനവകുലത്തിന് മാർഗദർശികളായി നിയുക്തരായ മുഴുവൻ അംബിയാ മുർസലുകളും ജീവിതത്തിൽ പകർത്തി ജനങ്ങൾക്ക് മാതൃകയാകുന്നതിന് അള്ളാഹു കൽപ്പിച്ച ഒരു കൽപ്പന. അല്ലയോ മുർസലുകളെ, കുലൂ മിനത്ത് ത്വയ്യിബാത്ത്, നല്ല ഭക്ഷണം നിങ്ങൾ കഴിക്കുക. നല്ല ഭക്ഷണമായിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്. അത് വളരെ അനുവദനീയമായതും ദോഷകരമല്ലാത്തതും അന്യൻ്റേതാകാത്തതും പിടിച്ചു പറിച്ചതോ കളവ് പറഞ്ഞതോ ചതിച്ചതോ വഞ്ചിച്ചതോ വെട്ടിപ്പിടിച്ചതോ അങ്ങനെ ഒന്നും ആകരുത്. നല്ല ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കേണ്ടത്. നമ്മുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണമാണ് ആയത്തിൻ്റെ ഉദ്ദേശം. വഅ്മലൂ സ്വാലിഹ, നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യണം. സ്വന്തം ജീവിതത്തിൽ ദിനേന ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ ഉപയോഗിക്കുന്നതിലെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ കൽപ്പിച്ചതോടൊപ്പമാണ് സൽപ്രവൃത്തികൾ, സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾ സ്വാലിഹായ അമലുകൾ ചെയ്യണം. ഇന്നി ബിമാ തഅ്മലൂന അലീം, നിങ്ങളുടെ എല്ലാ അമലുകളും നാം അറിയുന്നവനാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ നിർദ്ദേശിച്ചത്. അതിലൊന്ന്, ദിനേന മനുഷ്യന് ആവശ്യമുള്ളത് നിൽക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ ഭക്ഷണമാണ്. ആ ഭക്ഷ്യവസ്തുക്കളുടെ വിശുദ്ധി അത് വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. 2, സൽപ്രവൃത്തികളോടുള്ള അഭിവാഞ്ച നിങ്ങൾ വർദ്ധിപ്പിക്കണം. വ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, ഇക്കാണുന്ന മനുഷ്യകുലം ഒറ്റ ഉമ്മത്താണ്. വ അന റബ്ബുക്കും ഫത്തഖൂൻ, നിങ്ങളുടെ രക്ഷിതാവ് ഞാനാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഇക്കാണുന്ന മനുഷ്യകുലം അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പോൾ നമ്മൾ 21 നൂറ്റാണ്ടിലെത്തി നിൽക്കുമ്പോഴും യാതൊരുവിധ വികസനവുമില്ലാതെ ജീവിക്കുന്ന രാജ്യങ്ങളുണ്ട്. പണിയെടുക്കുന്ന, കൂലിപ്പണിയെടുക്കുന്ന, കൃഷിപ്പണിയെടുക്കുന്ന, കൊച്ചു കൊച്ചു കച്ചവടങ്ങളിലൂടെ ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ശതകണക്കിനാളുകൾ വിവിധ ഭാഗങ്ങളിൽ. 2-3 ഗൗരവ കാര്യങ്ങൾ ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. തൊട്ടടുത്ത വചനങ്ങളിൽ അതാണ് സൂചിപ്പിക്കുക. നിങ്ങൾ ഒരൊറ്റ ഉമ്മത്താണ്, നിങ്ങളുടെ എല്ലാം റബ്ബ് ഞാൻ തന്നെയാണ്, എന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഫതഖത്തഉ അംറഹും ബൈനഹും സുബുറ, എന്നാൽ അവർക്കിടയിൽ അവരുടെ കാര്യങ്ങൾ അവർ ശിഥിലമാക്കി കളഞ്ഞു. അവർ ചേരിതിരിവുകൾ ഉണ്ടാക്കി, വിഭജനങ്ങൾ വരുത്തി, കക്ഷിത്വങ്ങൾ രൂപീകരിക്കപ്പെട്ടു. വലിയ ശത്രുതയോടെ, സമാനതകളില്ലാത്ത ഗൗരവ ബുദ്ധികളോടെ
മനുഷ്യർ പരസ്പരം വേർപിരിയുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇത് 1500 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു വിളംബരം ചെയ്ത ഒരു വചനമാണ്. അപ്പോൾ 15 നൂറ്റാണ്ട് പിന്നിട്ട് ഇന്ന് നാം കാണുന്നത് വിവിധ നാടുകളിൽ ഇപ്പോൾ ഖുർആൻ ഉൾക്കൊള്ളുന്ന മുസ്ലിംകളായ നബിയെ പ്രകീർത്തിക്കുന്ന, നബിയോട് പ്രതിബദ്ധത വച്ച് പുലർത്തുന്ന മുസ്ലിമുകൾ തന്നെ ഈ വിഷയത്തിൽ എത്രത്തോളം ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ നിമിത്തം ഒരു സുഡാൻ, ഒരു കൊച്ചു രാജ്യമാണത്, ഒരാഭ്യന്തര പ്രശ്നങ്ങളും പട്ടിണിയുടെയും ആധിക്യം, ഒരു ദിവസത്തിൽ ആവറേജ് 10-ലധികം കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. പട്ടിണിയുടെ ആധിക്യം കൊണ്ട് ഭക്ഷ്യമില്ല. ആഭ്യന്തര പ്രശ്നം അധികാരത്തിന് വേണ്ടി പരസ്പരം ഏറ്റുമുട്ടുന്നു. അവരന്യോന്യം ഒരു വിഭാഗമാണ്. ഫതഖത്തഉ അംറഹും ബൈനഹും സുബുറ. അവർ അവരുടെ പ്രശ്നങ്ങൾ കക്ഷിത്വങ്ങൾക്ക് വിധേയമാക്കി വിഭജിതമായ രൂപത്തിൽ അവർ മാറുക ചെയ്തത്. പലർക്കും രുചിക്കാത്ത ഒരു സത്യം കൂടിയുണ്ട്. അത് ഫലസ്തീനുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ഗാസ മുനമ്പും ഗസയും ഒക്കെ നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന 2 പ്രദേശമാണ്. അവിടെ 2 തരത്തിലുള്ള പേരുകൾ കേൾക്കാം. അൽ ഫത്ത പാർട്ടിയും 2 ഹമാസും. ഇത് രണ്ടും ഒരു ദിവസം ഉണ്ടായതല്ല. സംഘടിതമായി നിലകൊണ്ട് മുന്നേറുന്നതിൻ്റെ ഇടയിൽ വിഭജിതമായി രൂപപ്പെട്ടതാണ് വേറൊരു പാർട്ടി. അപ്പോൾ പിന്നെ അവരുടെ ലക്ഷ്യം അന്യോന്യമായി എന്ന് മാത്രമല്ല, അവരുടെ എല്ലാ ശക്തിയും പരസ്പര നാശത്തിന് വേണ്ടി ഉപയോഗിച്ച് അവർ പൂർണ്ണ ദുർബലരായി മാറി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് മനസ്സിലാകാൻ 2 ഉദാഹരണം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. മുസ്ലിമുകൾ എന്ന് മാത്രമല്ല ഖുർആൻ ഇവിടെ ഉപയോഗിച്ചത്. മനുഷ്യകുലം ഒരൊറ്റ ഉമ്മത്താണ്. അതിൻ്റെ അടിസ്ഥാന കാരണം അവരുടെ എല്ലാം രക്ഷകൻ ഞാനാകുന്നു എന്നതാണ്. ഈ കാര്യം ബോധ്യപ്പെടുത്തലാണ് അംബിയാ മുർസലുകളുടെ ദൗത്യം. അതുകൊണ്ട് നിങ്ങൾ ശുദ്ധമായ ജീവിത രീതി ഉൾക്കൊള്ളണം, സൽപ്രവർത്തികൾ ചെയ്യണം. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോ വിഭാഗം മുസ്ലിമുകളും, അപ്പോൾ ഖുർആൻ അംഗീകരിച്ച, നബിയെ അംഗീകരിച്ച ആളുകളെ നമുക്ക് ഉദാഹരണമായിട്ട് കാണാം. അതിൽ ഓരോ കക്ഷിയും അവരവരുടെ മുന്നിലുള്ള വിഷയങ്ങളിൽ അവരെന്തിനു വേണ്ടിയാണ് രൂപപ്പെട്ടത്, എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളല്ലേ ശരി, ഈ ഒരു വീക്ഷണത്തിൽ ഓരോ വിഭാഗവും അവരവരുടെ അടുക്കലുള്ള സിദ്ധാന്തമനുസരിച്ച് സന്തുഷ്ടരാണ്. ഞങ്ങളാണ് ശരിയെന്ന്. ഇതാണ് മുസ്ലിംകളുടെ നിലവിലുള്ള സാഹചര്യം. ഇപ്പോൾ നമ്മൾ റബീഉൽ അവ്വൽ അവസാനിക്കുമ്പോൾ എത്ര അധികം അള്ളാഹുവിൻ്റെ റസൂല് വിഷമിച്ചുവോ ഈ വിഷയത്തിൽ, അത് കൂടി ചേർത്ത് പഠിക്കേണ്ട ഒരു അവസാന സമയമാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിക്കാൻ കാരണം. എല്ലാവർക്കും കാരുണ്യമാണ് നബി, എല്ലാവർക്കും സന്തോഷമാണ്. അന മുഹമ്മദുൽ ലാ കദിബ്, അന അഹ്മദു, അനൽ മാഹി, അനൽ മാജിദ്, ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് സ്വയം പരിചയപ്പെടുത്തുന്നൊരു ഹദീസുണ്ട്. ഞാൻ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഞാൻ മായ്ച്ചു കളയുന്നവനാണ് ദുരാചാരങ്ങൾ, നസബ, കുടുംബപരമായ ഏറ്റക്കുറച്ചിലുകളുടെ പേരിൽ ഉയർച്ച താഴ്ച കൽപ്പിക്കുന്ന സ്വഭാവം, ജാഹിലിയത്തുകളെ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ റസൂല് ചെയ്ത കാര്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സമർപ്പണം ഒരു പ്രത്യേകതയാണ്.
നിങ്ങൾ ഒരൊറ്റ ഉമ്മത്താണ്, അത് ഉമ്മത്തൻ മുഹമ്മദിയയാണ്. നിങ്ങൾക്കിടയിൽ നിങ്ങൾ ശത്രുക്കളായി പോരാടുന്നൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഉണർത്തിയത്. പക്ഷേ കാലങ്ങൾ പിന്നിട്ടപ്പോൾ അവർ അവരുടെ തന്നെ ശത്രുത പേറുകയും ഉണ്ടാക്കുകയും അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്യുക. നബിയെ കൂടുതൽ പഠിച്ച് എഴുതിയ ഒരു കാവ്യരചനയിൽ ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ് അല്ലാമ ഇഖ്ബാൽ. അല്ലാമ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ, പണ്ഡിതൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം ഇന്ത്യക്കാരനാണ്. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത്, നീ എന്തിനാണ് വിലപിക്കുന്നത്? നീ എന്തിനാണ് വിലപിക്കുന്നത്? നിന്റെ ശത്രു നീ തന്നെയാണ്. ഒരേ അമ്മിഞ്ഞ കുടിച്ച് വളർന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കൾ. ഒരേ മാതാപിതാക്കൾ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അന്യോന്യം ശത്രുത കൂട്ടുകയും കാണിക്കുകയും ഏറ്റുമുട്ടുകയും നശീകരണം നടത്തുകയും ചെയ്തിട്ട് നിങ്ങൾ വിലപിക്കുന്നതിലെന്തർത്ഥമാണുള്ളത്? അദ്ദേഹം ചോദിച്ച ഒരു ഗൗരവമായ ചോദ്യമാണ്. ഫതഖത്തഉ അംറഹും ബൈനഹും സുബുറ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. എല്ലാവരും അവരവർ ശരിയാണ് എന്നിടത്ത് ഉറച്ചു നിൽക്കുന്നു. ആരിലും ഒരു കുറവുമില്ല. ഒരു രാഷ്ട്രീയ ഭിന്ന ചിന്തയുള്ള ഒരു കക്ഷിയും കുറവുള്ളതായി സമ്മതിക്കാറില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ന്യൂനതയായി പോയി എന്നൊന്നും ഈ ലോകത്ത് ഇന്നേവരെ ആരും പറഞ്ഞിട്ടില്ല. മതസംഘടനകൾ ജീവിതത്തിൽ ഇന്നേവരെയും സമ്മതിച്ചിട്ടില്ല. ഇതൊക്കെ ചേർത്ത് പഠിക്കേണ്ടതാണ്. ഫദറുഹും ഫീ ഗംറത്തിഹിം ഹത്താ ഹീൻ. അവരെ അവരുടെ പാട്ടിന് വിടുക ഒരു സന്ദർഭം വരെ. ഇതിങ്ങനെ പോകട്ടെ, അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോകട്ടെ. അയഹ്സബൂൻ, അല്ല അവർ ധരിക്കുന്നുവോ, അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ, അവർക്ക് സമ്പത്തും സന്താനങ്ങളെയും നൽകി നാം അവരെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്നവർ വിചാരിക്കുന്നുവോ. നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത് ബൽ ലാ യശൂറൂൻ, അവർ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അറിയുന്നില്ല. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ, അള്ളാഹുവിനോടുള്ള ഭക്തി സാന്ദ്രത കൊണ്ട് മനസ്സുകൾ തരളിതമായി ജീവിക്കുന്ന വിശ്വാസികളായ നല്ല ആളുകൾ, വല്ലദീന ഹും ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ, അള്ളാഹുവിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ആയത്തുകളിൽ പ്രതിപാദിക്കുന്ന ഓരോ വിഷയവും ഓരോ തെളിവുകളാണ്. അതിൽ വിശ്വാസം അർപ്പിക്കുന്നവർ. വല്ലദീനഹും ബി റബ്ബിഹിം ലാ യുശ്രികൂൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ജീവിക്കുന്നവർ. വല്ലദീന യുഅ്തൂന മാ അത്തൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. വിശ്വാസ ദൃഢതയോടൊപ്പം നന്നായി ജീവിക്കുന്ന, തെളിവുകളെ ബോധ്യം വന്ന് അംഗീകരിക്കുന്ന, ജീവിതത്തിൽ മാറ്റങ്ങൾ സ്വീകരിക്കുന്ന ജനവിഭാഗം, അവരെയാണ് അള്ളാഹു അനുഗ്രഹിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. അപ്പം കുറേ കാര്യങ്ങൾ ഈ ആയത്തുകളിലുണ്ട്. സൂറ അൽ മുഅ്മിനൂനിൻ്റെ 51 ആയത്ത് മുതൽ ഏതാണ്ട് 61 ആയത്ത് വരെയുമാണ് നിങ്ങൾ കേട്ടത്. കുറേ കാര്യങ്ങളുണ്ട്, വീണ്ടും ഒന്ന് വായിച്ചു നോക്കുക. അള്ളാഹു മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വളരെ കുറഞ്ഞ കാലമേ കേരളത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് ഒരു 2 തലമുറ കൂടിയാലായിട്ടുണ്ട്, ഒരു 60 കൊല്ലം. അപ്പോൾ അതിനു മുൻപ് മുസ്ലിമുകൾ ലോകമെമ്പാടുമുണ്ട്, വിശിഷ്യ കേരളത്തിലുണ്ട്. അന്ന് ഖുർആൻ അന്വേഷിക്കുക, ഖുർആനിൽ അള്ളാഹു എന്താണ് പറയുന്നത്
അള്ളാഹു എന്തൊക്കെയാണ് നിരോധിക്കുന്നത്, പാടില്ലാത്തത് എന്തൊക്കെയാണ് എന്നിങ്ങനെ കേൾക്കാനോ പറയാനോ പഠിക്കാനോ കഴിയുമായിരുന്നില്ല. ഒരു കാലം അതാണ്. ഓരോ നാട്ടിലുമുള്ള ആചാരങ്ങൾ, നാട്ടുനടപ്പുകൾ, വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ബിദ്അത്തുകൾ, ഇതൊക്കെയായിരുന്നു ദീൻ എന്ന് മനസ്സിലാക്കി ജീവിച്ചു പോകുന്നത്. അത് ആരുടെയും കുറ്റം കൊണ്ടല്ല, പരമ്പരാഗതമായി പിന്തുടർന്നു പോകുന്ന ഒരു രീതി അങ്ങനെ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ മനസ്സ് മടുത്ത് എന്തു വന്നാലും അള്ളാഹുവിൻ്റെ കലാം അതാണ് ഏറ്റവും ഉന്നതം എന്ന് ബോധ്യപ്പെടുത്തൽ അനിവാര്യമാണെന്ന് മനസ്സിലായ ഒരു പറ്റം പണ്ഡിതരാണ് ഈ രംഗത്ത് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഖുർആനാണ് അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറഞ്ഞപ്പോൾ വഴിപിഴച്ചവരാണ്, പുത്തൻവാദികളാണ്, പുതിയ ആളുകളാണ്, നമ്മുടെ പഴയ എല്ലാ ആചാരവിശ്വാസങ്ങളെയും പിന്തള്ളിക്കളയുന്നവരാണ് എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ടായി ഖുർആൻ കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ. അതാണ് അതിൻ്റെ ഒരു പുതുമ. ഖുർആനിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പുത്തൻവാദികൾ എന്ന പേരുണ്ടായത്. ഖുർആൻ അല്ലാത്തതിനെക്കുറിച്ച് പറഞ്ഞാലോ ഒരു കുഴപ്പമില്ല, അത് പഴയ വാദമാണ്. പരമ്പരാഗതമായി തലമുറകൾ തുടർന്നു പോരുന്ന വിശ്വാസ ആചാരങ്ങളാണല്ലോ, അതിനെ ചോദ്യം ചെയ്യലാണ് ഖുർആൻ. അപ്പോൾ ഖുർആൻ പുത്തൻവാദത്തിൻ്റെ ഗ്രന്ഥമായി മാറി. അങ്ങനെ അന്നു മുതൽ അക്ഷീണം ശ്രമിച്ച പരിശ്രമങ്ങളുടെ ഫലമായിട്ട് ഇന്ന് ബഹുജനങ്ങൾ ഉണർന്ന് ഖുർആൻ പഠിക്കുവാൻ സന്നദ്ധരാണ്. അത് പല പേരുകളിലാണുള്ളത്. പരീക്ഷകളൊക്കെ അതിനൊരു പ്രോത്സാഹനം മാത്രമാണ്. സമ്മാനങ്ങളുണ്ട്. റമദാൻ വന്നാൽ പ്രത്യേകിച്ച് ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഇതെല്ലാം നമുക്ക് കൗതുകമുണർത്തുന്ന കാര്യങ്ങളാണ്. അതിലാരും ആരെയും പിന്നിലാക്കുകയല്ല, ബഹുജനങ്ങളിൽ ഒരു ജാഗ്രത ജനിപ്പിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ ലക്ഷ്യം. അങ്ങനെയാണ് നമ്മൾ വെളിച്ചം എന്ന പേരിൽ ഒരു പ്രവർത്തന രീതി അന്താരാഷ്ട്ര സമൂഹങ്ങൾക്കിടയിൽ, കേരള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒതുങ്ങുന്നതല്ല, ലോകവ്യാപകമായി വിവിധ ഭാഷകളിലായി ലോകത്തുള്ള മനുഷ്യരുടെ ഇടയിൽ ഖുർആൻ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അങ്ങനെയാണ് വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയായി വരുന്നത്. അപ്പോൾ ബാലവെളിച്ചം എന്നത് കുട്ടികളെ അപേക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏത് സാഹിത്യരേഖമെടുത്താലും ബാലസാഹിത്യം വേറെയാണല്ലോ. എന്നതുപോലെ തന്നെയാണ് ഇവിടെയും വെളിച്ചത്തിൻ്റെ കാര്യത്തിലും. അത് 18 19 അതിൽ കൂടുതലോ എക്സാമുകൾ, പരീക്ഷകൾ ലോകാടിസ്ഥാനത്തിൽ നടന്നു. സൗദി അറബ് രാജ്യങ്ങളിലെല്ലാം പ്രത്യേകിച്ച്. അപ്പോൾ അതൊരു ഉത്സാഹം ജനങ്ങളിൽ ജനിപ്പിക്കുന്ന ഒന്നാണ്. അവലംബിക്കുന്ന ഒരു വ്യാഖ്യാനം കേരളത്തിൽ മുഹമ്മദ് അമാനി മൗലവി മർഹൂം അദ്ദേഹം രചിച്ച തഫ്സീറുൽ ഖുർആൻ എന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം നമ്മൾ തീരുമാനിക്കാൻ കാരണമുണ്ട്. കേരളത്തിൽ ഇന്നേവരെയും ഒരു മുസ്ലിം സംഘടനയ്ക്കും ആക്ഷേപമില്ലാത്ത ഒരേ ഒരു തഫ്സീർ അതേ ഉള്ളൂ. അതിൽ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നുള്ളതല്ല, പൊതുസമ്മതമായ ഒരു ഖുർആൻ വിശദീകരണം. അധികപ്പറ്റുമില്ല, കുറച്ച് കളയലുമില്ല. അത്രയധികം ഓരോ ആയത്തിൻ്റെയും ലഫ്ളുകൾക്കിടയിൽ പരലോക ബോധ്യതയിൽ അതീവ സൂക്ഷ്മത പുലർത്തിയിട്ട് വാക്കർത്ഥം പറയുകയും വിശദീകരണം പറയുകയും ചെയ്തൊരു തഫ്സീർ നിങ്ങൾക്ക് കേരളത്തിൽ കാണിച്ചു തരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അതാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ അവലംബിച്ച് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ വിവരണം മാത്രം കൊടുത്ത് അതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായി കൊടുക്കുക. അത് പഠിക്കേണ്ട വിഷയമാണത്. അതിശക്തമായി നഖശികാന്തം ഈ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാഹി പ്രവർത്തനത്തെ, ഇസ്ലാമിക പ്രവർത്തനങ്ങളെ നഖശികാന്തം എതിർക്കുന്നവരും
അമാനി മൗലവിയുടെ ഈ തഫ്സീർ എല്ലാവരും ദിനേന വായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് പക്ഷപാതിത്വമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെളിച്ചം ഖുർആൻ അന്താരാഷ്ട്ര പഠന പരീക്ഷാ സമ്പ്രദായങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഈ പള്ളിയിലും അതിൻ്റെ വിതരണം നടത്തിയിരുന്നു. പക്ഷേ നമ്മളൊന്നും അങ്ങനെ ഈ പഴയതുപോലെ തന്നെയാണ്. അങ്ങനെയൊന്നും അത് മേടിച്ച് വായിച്ച് ശരി ഒന്ന് എഴുതിയേക്കാമെന്നൊന്നും നമ്മളൊന്നും വിചാരിക്കാറില്ല. ഒരു 50 കോപ്പി കൊണ്ടുവന്നാൽ 4 5 എണ്ണം മേടിക്കും ആളുകൾ. കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നവരാണല്ലോ. പിന്നെ ഇപ്പം നിങ്ങൾ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഈ ഒരു വീക്ഷണമുള്ളവരാണ്. ബാക്കിയുള്ളവരെന്നാൽ ഇത് നമ്മുടെ അല്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങളുടെ സംഘടനയ്ക്ക് വേറെയുണ്ട്, വേറൊരാളുടെ സംഘടനയ്ക്ക് അവർക്ക് വേറെയുണ്ട്, മറ്റുള്ളവർക്ക് വേറെയുണ്ട്. അങ്ങനെയാണ് ഖുർആൻ പഠനത്തിൽ പോലും, ഓൺലൈനിൽ പോലും അങ്ങനെയാണുള്ളത്. അപ്പോൾ പത്തക്കത്തഴും അമ്രവും ബൈനവും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്. ഇപ്പോൾ വായിച്ച ആയത്തായി പറഞ്ഞ അവർ ശിഥിലീകരണം ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ സാരം. എല്ലാ മേഖലയിലും നമ്മുടെ ആളുടേതാണെങ്കിൽ ഞാൻ ചേരും, ഞാൻ പരമാവധി 10 ആളെ ചേർക്കുകയും ചെയ്യും. അത് നമ്മുടെ ആളാണ് പഠിപ്പിക്കണേ. മറ്റത് നമ്മുടെ അല്ലാത്തത് കൊണ്ട് ചേരരുത്. അത് ചേർന്നവരതിൽ നിന്ന് പേര് വെട്ടിയിട്ട് അടുത്തതിൽ ചേരും. ഇപ്പോൾ കേരളത്തിൽ ഖുർആൻ പഠനത്തെക്കുറിച്ചുള്ള രൂപം പറഞ്ഞാണ് ഞാൻ. അപ്പോൾ ഞാനിത് സൂചിപ്പിച്ചത് ഇതിനൊക്കെ അപ്പുറം വിശുദ്ധ ഖുർആനിനെ സ്വതന്ത്രമായി കാണാനും കേൾക്കാനും വായിക്കാനും പഠിക്കാനും പക്ഷപാതരഹിതമായി ഖുർആനിനോട് സമീപനം പുലർത്താനും താൽപ്പര്യം ജനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എളിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് വെളിച്ചം ഖുർആൻ പരിപാടി എന്നത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ പ്രോഗ്രാം നോട്ടീസ് വെളിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നാളെ കഴിഞ്ഞാണ് അതിൻ്റെ സംഗമം. കഴിയുന്നവർക്ക് പങ്കെടുക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതൊരു കാര്യം, നിരന്തരമായി നമ്മൾ ദുആ ആവശ്യമുള്ള കുറേ ആൾക്കാരുണ്ട്. അതിൽ നമ്മുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആളുകൾ, ഒരു യുവ ഡോക്ടറടക്കം, ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, എത്രയും വേഗം അവർക്ക് ആശ്വാസം ഉണ്ടാകണം, രോഗശമനം ഉണ്ടാകണം, ആയുസ്സും ആരോഗ്യത്തോടും കൂടി നമ്മോടൊപ്പം എത്തിച്ചേരണം. അതിനു വേണ്ടിയുള്ള ദുആയാണ്.